എല്ലാ കാര്യത്തിലും ദൈവത്തിന് വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം പബ്ലിക്കേഷന്റെ സോഫിയ ബുക്സില് തിരുരക്തം എന്ന പേരിലുള്ളൊരു പുസ്തകം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതില് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. നൈജീരിയയില് ഒരു 18 വയസ്സുള്ള ബെർണാഡ് എന്ന യുവാവിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തിരുരക്തത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകി. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാല് ശത്രുവിന്റെ അസംഖ്യം സാമ്രാജ്യങ്ങൾ ക്ഷണനേരം കൊണ്ട് ചാരവും ചാമ്പലുമായി തീരും, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകും എന്നാണ് തിരുരക്തശക്തിയെക്കുറിച്ചുള്ള ബെർണാഡ് എന്ന യുവാവിന് കൊടുത്ത വെളിപ്പെടുത്തൽ. അതില് ഒരു ഭാഗം ഞാൻ എന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചത് എങ്ങനെയാണ്: എന്റെ ഇടത് കൈയിൽ എന്റെ പീഡാനുഭവ സമയത്ത് ഇടത് കൈയിൽ നിന്ന് ആണിയടിച്ച് കയറ്റിയ വേദനയും മുറിവും അവിടുന്ന് ഒഴുകുന്ന അനന്തവിലയുള്ള ആ തിരുരക്തത്തിലേക്ക് നമ്മളെ പീഡിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ആ മേഖലകളെ സമർപ്പിക്കുമ്പോൾ അതിലെ തിന്മയുടെ ശക്തികൾ നിർവീര്യമാകും. ക്ഷണനേരം കൊണ്ട് ശത്രുവിന്റെ അസംഖ്യം സാമ്രാജ്യങ്ങൾ ചാരവും ചാമ്പലും ആയിത്തീരും. അന്ന് തൊട്ട് ഞാൻ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നിയോഗം വെക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്: എംപറർ എമ്മാനുവൽ എന്ന വ്യാജ പ്രവചന നുണക്കൂമ്പാരം. അസത്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് അത്. എങ്കിലും അതിൽ ചെല്ലുന്നവര് അതിൽ പെട്ടുപോകുന്ന അനുഭവം, അച്ഛന്മാരും കന്യാസ്ത്രീകളും അതിൽ പെട്ടുപോയ അനുഭവം ഉണ്ടായിരുന്നു. പതിവായിട്ട് എല്ലാ ദിവസവും കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി. ഇപ്പോ 2 അച്ഛന്മാര് തിരിച്ചു പോന്നു, 80 പേര് ഗ്രൂപ്പായിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോ സാത്താന്റെ സാമ്രാജ്യം തകർക്കപ്പെടുന്നു എന്ന പ്രത്യാശ പതിവായിട്ട് ഓരോ ദിവസവും, പ്രൈസ് ദി ലോർഡ്, ഓരോ ദിവസവും നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന്റെ തിരുരക്തത്തിന്റെ അനന്തയോഗ്യതയിൽ, യേശുവിന്റെ പുണ്യങ്ങളെല്ലാം അനന്തമൂല്യങ്ങളുള്ളതാണ്, നമ്മുടേതുപോലെയല്ല. യേശുവിന്റെ തിരുരക്തത്തിന് അനന്തയോഗ്യതയുണ്ട്, യേശുവിന്റെ തിരുനാമത്തിന് അനന്തശക്തിയുണ്ട്, യേശുവിന്റെ തിരുവചനത്തിന് അനന്തശക്തിയുണ്ട്, യേശുവിന്റെ സ്നേഹത്തിന് അനന്തമൂല്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റേതായ എല്ലാത്തിനും അനന്തതയുടെ മൂല്യമുണ്ട്. അത് നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തില് അനന്തശക്തിയുള്ള വചനം പ്രസരിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ അനന്തയോഗ്യതയുള്ള യേശുവിന്റെ പുണ്യങ്ങൾ നമ്മിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വലതുകരം എഴുതി ഇടതുകരം ചങ്കിൽ വെച്ച് കോടാനുകോടി മക്കൾ, നാനാജാതി മതസ്ഥരായ കോടാനുകോടി മക്കൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതിനു വേണ്ടി അമ്മേ മധ്യസ്ഥമേകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല,
ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഇതിലും നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഉയർത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സഭയുടെ പ്രാർത്ഥനകളിൽ ഈ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കടന്നു വന്നിരിക്കുന്നത്? ഇപ്പം സിസ്റ്റർ ഫൗസ്റ്റീനായിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കരുണക്കൊന്ത, കുർബാനയിൽ പലപ്പോഴും ആവർത്തിച്ച് ഏറ്റുപറയുന്ന കർത്താവേ കരുണയായിരിക്കണമേ, ഇത് വേദപുസ്തകത്തിലെ വചനങ്ങളാണ്. ദാവീദിന്റെ പുത്ര എന്റെ മേൽ കരുണയായിരിക്കണമേ. വേദപുസ്തകത്തിലെ വചനങ്ങൾക്കെല്ലാം അനന്ത യോഗ്യതയുണ്ട്, അനന്ത ശക്തിയുണ്ട്. കാരണം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എല്ലാം സമസ്തവും അവനിലൂടെ ഉണ്ടായി, വചനത്തിലൂടെ ഉണ്ടായി. വചനം മാംസമായി തീർന്ന യേശുവിലൂടെ ഉണ്ടായി. പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തിയത് പുത്രനിലൂടെയാണ്, വചനത്തിലൂടെയാണ്. അപ്പോ ആ വചനത്തിലൂടെയാണ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമിയേക്കാൾ 1 കോടിയിലധികം കൂടുതൽ വലിപ്പമുള്ള സൂര്യൻ, സൂര്യനേക്കാൾ വലിപ്പമുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ഗാലക്സി എന്നാ പറയുന്നത് ഇംഗ്ലീഷില്. അനേകായിരം കോടി നക്ഷത്രങ്ങളുള്ള ഗാലക്സികൾ, ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത ഗാലക്സികൾ വേറെ കിടക്കുന്നു. ഇതെല്ലാം ആര് സൃഷ്ടിച്ചു? നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് സൃഷ്ടിച്ചതാണോ? നമ്മുടെ ബുദ്ധിമാന്മാര് സൃഷ്ടിച്ചതാണോ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് സൃഷ്ടിച്ചതാണോ? പിന്നെ ആരാ സൃഷ്ടിച്ചത്? പിതാവായ ദൈവം വചനത്തിലൂടെ യേശുവിലൂടെ സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തിലൂടെ തന്നെയാണ് ഇന്നുവരെ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് ഹെബ്രായർ 1:3 പറയുന്നു. ദൈവം സൃഷ്ടിച്ച അതേ വചനത്തിലൂടെ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് ഹെബ്രായർ 1:3 പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് അനന്തശക്തിയുണ്ട്, അനന്തയോഗ്യതയുണ്ട്, അനന്തവിശുദ്ധിയുണ്ട്. അപ്പോ പലപ്പോഴും നമ്മൾ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അനന്തം എന്ന് കൂട്ടി പറഞ്ഞാൽ നമ്മുടെ തന്നെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. അനന്തമായ സ്നേഹത്താൽ നിന്നെ ഞാൻ സ്നേഹിച്ചു. ജെറമായ 31:3. ജെറമായ 31:3. അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇതാര് പറയുന്നതാണ്? പിതാവ് പറയുന്നതാണ്. യേശു പറയുന്നു പിതാവും ഞാനും ഒന്നാണ്. യോഹന്നാൻ 10:30. പിതാവും ഞാനും ഒന്നാണ്. അപ്പൊ യേശു പറയുന്നു അനന്തമായ സ്നേഹത്താൽ നിന്നെ ഞാൻ സ്നേഹിച്ചു, അതിനാൽ നിന്നോടുള്ള എന്റെ സ്നേഹം, എന്റെ വിശ്വസ്തത ശാശ്വതമാണ്, പിൻവലിക്കാവുന്നതല്ല. നീ ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് എന്റെ അനന്തമായ സ്നേഹം എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ താന്തോന്നിയും തെമ്മാടിയും അഹങ്കാരിയും വഴക്കാളിയുമായിരുന്നു. അവൻ അപ്പനെതിരെ ഇൻകിലാബ് വിളിച്ചു. എനിക്ക് അവകാശപ്പെട്ടത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവകാശപ്പെട്ട ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവന്റെ അസ്വസ്ഥത മാറ്റുവാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും അപ്പൻ ഇളയപുത്രന് അവൻ അവകാശപ്പെട്ടു എന്ന് കരുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് കൊടുത്തു. അവനെന്ത് ചെയ്തു? അവൻ ദൂരദേശത്തേക്ക് പോയി സ്വത്തെല്ലാം വേശ്യകളും മദ്യപന്മാരുമായിട്ട് ദൂർത്തടിച്ച് ചെലവഴിച്ച് നശിപ്പിച്ചു. അവന്റെ കയ്യിലെ പണമെല്ലാം തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം സ്ഥലം വിട്ടു. അപ്പോൾ ദൈവം ഇടപെട്ടു. കാരണം അപ്പൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിയുകയാണ്. അപ്പന്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ആ പ്രത്യേക ദേശത്ത് ഒരു ക്ഷാമം അനുവദിച്ചു ദൈവം. അത് ഈ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയുമാകാം.
ഒരൊറ്റ പാപിയെ മാനസാന്തരപ്പെടുത്താൻ. കാരണം എന്താണ്? ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില എന്തുമാത്രമാണ്? മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്തു പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? മത്തായി 16:26. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 16:26 യേശുനാഥനിലൂടെ ദൈവവചനം പറയുകയാണ്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം? ഇഗ്നാഷ്യസ് ലയോള ഒരു കാലത്ത് ലോകത്തിന്റെ മനുഷ്യനായിരുന്നു. രാജാവിന്റെ സൈന്യത്തിലെ പടയാളിയായിരുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ സിനിമാ മാസികയോ മറ്റോ വായിക്കാനായിട്ട് കിട്ടുമെന്ന് അന്വേഷിച്ചു. കിട്ടിയത് വിശുദ്ധന്മാരുടെ ജീവചരിത്രവും ബൈബിളുമായിരുന്നു. വേറൊന്നും വായിക്കാനില്ലാത്തത് കൊണ്ട് അത് വായിച്ചു. അത് മാനസാന്തരത്തിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാജാവിന്റെ പടയാളിയായി ജീവിക്കുന്നതിന് പകരം സ്വർഗത്തിലെ രാജാവിന്റെ പടയാളിയായി ഞാൻ ജീവിക്കും. അങ്ങനെ അദ്ദേഹം തന്റെ ജീവിതം മുഴുവനും ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ചു. പിന്നെ തന്നെ പോലെ സമർപ്പിക്കാൻ തയ്യാറുള്ള ഏതാനും പേരെ തേടി നടക്കുമ്പോൾ പാരീസ് സർവകലാശാലയിലെ വളരെ മിടുക്കനായ ഒരു യുവ പ്രൊഫസറെ കണ്ടെത്തി, ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹം വളരെയധികം പേരെടുത്ത് വരുന്ന അവസരമാണ്. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിയോഗമനുസരിച്ച് ഇഗ്നാഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യറിനെ കാണുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് മത്തായി 16:26 പറഞ്ഞിട്ട് പോരും, മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? അപ്പോൾ ഒരു ലോകത്തേക്കാൾ ദൈവത്തിനു മുമ്പിൽ വിലപ്പെട്ടത് ആരാണ്? ഒരു മനുഷ്യൻ, മനുഷ്യന്റെ ആത്മാവ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അനശ്വരമായ ഒരു ആത്മാവിനെ അവിടുന്ന് നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 2:23. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു, തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം പിശാചിന് അസൂയുണ്ടായി. അവനെ അങ്ങനെ സൃഷ്ടിച്ചതായിരുന്നു, അതെല്ലാം അവന് പോയി. അവന്റെ നിത്യജീവന്റെ അവകാശമെല്ലാം നഷ്ടപ്പെട്ട് പിശാചായിട്ട് മാറി. അവൻ അസൂയയായി. മനുഷ്യനെ ദൈവം അനശ്വരതയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു, അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. അപ്പൊ പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. മരണം നേരിട്ടാണോ പ്രവേശിച്ചത്? അല്ല, കൽപ്പനാ ലംഘനത്തിന് വഴിയൊരുക്കി. പ്രൈസ് ദി ലോർഡ്. കൽപ്പനാ ലംഘനത്തിന് വഴിയൊരുക്കി സാത്താൻ. ആദത്തെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവരെ ഭാര്യാഭർത്താക്കന്മാരാക്കി ആണ് അവരെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഹവ്വായെയും യോജിപ്പിച്ചത് ആരാണ്? ദൈവം. അവർക്കൊരു കൽപ്പന കൊടുത്തു, നിങ്ങൾ ഇനിമേൽ രണ്ടല്ല ഒന്നാണ്. എന്നാൽ ഈ കൽപ്പനയെല്ലാം ഒരുപക്ഷെ നമ്മൾ മറന്നതുപോലെ അവരും മറന്നു കാണും. സാത്താന്റെ ഒരു പണി ഇത് മറപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുക. ഇതാണ് സാത്താന്റെ ദൗത്യം. ഏതായാലും നമ്മുടെ വല്യമ്മയും ഒക്കെ മറന്നു കാണും. കാരണം ഭർത്താവില്ലാത്ത ഒരു സൊള്ളി അടിക്കാനായിട്ട് ഭാര്യ പോയ അവസരത്തിലായിരിക്കണം സാത്താൻ നുഴഞ്ഞു കയറി നുണ പറഞ്ഞു കൊടുത്തത്. അപ്പോ ഈ കനി തിന്നാൽ ദൈവത്തെ പോലെയാകും എന്ന നുണ കുത്തിവെച്ചു. അതുകൊണ്ട് അവളിൽ പാപത്തിന്റെ ഇച്ഛ ജനിച്ചു, കൽപ്പനാ ലംഘനത്തിന്. എന്നാൽ രണ്ടുപേരും ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു. എങ്കിലും ഒറ്റയ്ക്ക് പോയ അവസരത്തിൽ സാത്താൻ നുണയിലൂടെ അവളെ കീഴ്പ്പെടുത്തി. അവർ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോ എന്ത് നഷ്ടപ്പെട്ടു? ഹവ്വായിക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു. ദൈവം കൊടുത്ത പരിപൂർണത നഷ്ടപ്പെട്ടു.
അവൾ പിശാചിന്റെ വാസസ്ഥലമായി മാറി. വളരെ എളുപ്പത്തിൽ ആദവും വഞ്ചിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ മരണം ലോകത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ മൂലം മരണവും പാപവും, പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഈശോ മിശിഹ എന്ന ഒരു മനുഷ്യൻ മൂലം അവന്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും വഴി അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കുന്നു, പാപമോചനം ലഭിക്കുന്നു, നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിനെ തിരിച്ചു കിട്ടുന്നു. ധൂർത്തപുത്രൻ എല്ലാം നശിച്ചു കഴിയുന്ന അവസരത്തില്, നാട്ടില് എല്ലാ കൂട്ടുകാരും പണവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന അവസരത്തിൽ നാട്ടിലൊരു ക്ഷാമമുണ്ടായി. ഭക്ഷിക്കാനൊന്നുമില്ലാതായി. അവന് ആ നാട്ടിലെ പന്നികളെ നോക്കുന്ന ഒരു പന്നി നോട്ടക്കാരന്റെ ജോലി കിട്ടി. പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും തിന്നാൻ കിട്ടാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അപ്പന്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന വഴിയായിരിക്കാം അവന് പശ്ചാത്താപത്തിന്റെ കൃപ കിട്ടി. എന്നിരുന്നാൽ ഒരു കാര്യം ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വഴിതെറ്റിപ്പോയ മകന്റെ പുറകെ പോകുന്നില്ല അപ്പൻ. അവന് വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ. അത് ഭയങ്കരമായ കാത്തിരിപ്പാണ് താനും. അവൻ വരുന്നതുവരെ കാത്തിരുന്നു. അവൻ പശ്ചാത്തപിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു. അവൻ അനേക ദിവസം പട്ടിണി കിടന്നപ്പോൾ അവന് അവന്റെ ഭവനത്തിലെ അപ്പന്റെ വീട്ടിലെ വേലക്കാര് എത്ര സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സുഖമായി കഴിയുന്നു എന്ന വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവ് അവന്റെ ചിന്ത തിരിച്ചുവിട്ടു. അപ്പൊ ആ ചിന്ത അതൊരു ധ്യാനമായി മാറി, അതൊരു ദൈവകൃപയായി മാറി, അതൊരു പശ്ചാത്താപമായി മാറി. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ ഇപ്രകാരം പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പനെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു എന്ന് ഞാൻ കുമ്പസാരിക്കും, ഈ പാപം ഏറ്റുപറയും എന്നവൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, അവൻ ദൃഢമായ തീരുമാനമെടുത്ത് ഒരുപക്ഷെ അനേക ദിവസങ്ങൾ തിരിച്ചു നടക്കേണ്ട വന്നു കാണും. അവൻ പട്ടിണി ആയി വികൃത വേഷനായി അകലേ നിന്ന് വരുന്നത് അപ്പൻ കണ്ടു. അപ്പൻ അവനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. അപ്പൻ അവനെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. അപ്പൻ ഓടിച്ചെന്ന് അവന്റെ പക്കലേക്ക്. അപ്പോഴത്തേക്കും അവന് ധൃതിയായിരുന്നു കുമ്പസാരിക്കണമെന്ന്. അവൻ പറഞ്ഞു, അപ്പനെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. എന്നെ അങ്ങയുടെ വീട്ടിലെ ഒരു വേലക്കാരനായിട്ടെങ്കിലും കരുതണമേ. അതിനുപോലുള്ള യോഗ്യത എനിക്കിപ്പോഴില്ല. മകന്റെ കുമ്പസാരം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അപ്പനവനെ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു. ഉടനെ തന്നെ വേലക്കാരോട് പറഞ്ഞു, നിങ്ങള് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുക. അവന്റെ പാപമെല്ലാം ഇനി ആരും കാണണ്ട, മൂടിക്കളയുക. പുതിയ ചെരുപ്പുകൾ ഇടിയിക്കുക, പുതിയ മോതിരം ഇടിയിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണ്? അവൻ പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും കുമ്പസാരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്രകാരം ധൂർത്തപുത്രൻ മാനസാന്തരപ്പെടുന്നതിന് മനുഷ്യന്റെ ഭാഗത്ത് ഒരു കാര്യമുണ്ട്. അപ്പൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഭാഗത്ത് ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് അനന്ത സ്നേഹം, അനന്ത നന്മ, അനന്ത കരുണ. യേശുവിന്റെ സ്നേഹം അനന്തമാണ്. അങ്ങനെ പലപ്പോഴും പലരും പറയാറില്ല. യേശു സ്നേഹിക്കുന്നേ പറയാറുള്ളൂ. അപ്പം അതിന് നമ്മുടെ വിശ്വാസം വളരെ താഴ്ന്ന ലെവലിലായിരിക്കും. യേശുവിന്റെ അനന്ത സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ, യേശുവിന്റെ അനന്ത കരുണയിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ അനന്ത നന്മയിൽ, അനന്ത ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് എപ്പോഴും ആകുലതയും ഉത്കണ്ഠയും കുറ്റബോധവും നിരാശയും ഉണ്ടാക്കുന്ന പിശാച് സ്ഥലപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പിശാച് തലേ വന്ന് കയറാറില്ലേ? കാലത്ത് എഴുന്നേറ്റ് കിടക്കുമ്പോൾ പണ്ട് കാലത്ത് അവൾ അങ്ങനെ പറഞ്ഞില്ലേ, അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ. കാലത്ത് തന്നെ വെറുപ്പും വിദ്വേഷവും ദേഷ്യവും കോപവും ഒക്കെ കുത്തിവെക്കും. വൈകുന്നേരം കിടക്കാൻ പോയാലോ അന്നേരവും വന്നു. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ
നമ്മുടെ തലയിലോട്ട് അവൻ ദുഃഖത്തിന്റെ ചിന്ത, നിരാശയുടെ ചിന്ത, ആകുലതയുടെ ചിന്ത, വെറുപ്പിന്റെ ചിന്ത, ഇതെല്ലാം കുത്തിവെക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട വചനം പറഞ്ഞ അവൻ സ്ഥലം വിടും. നമുക്ക് സംശയം ഉണ്ടാക്കുക, അനേകം നെഗറ്റീവ് ചിന്തകള്, കുറ്റം, വിധി, വെറുപ്പ്, ദേഷ്യം, പക, അശുദ്ധി, ഇതെല്ലാം ഇങ്ങനെ കുത്തിവെച്ച് കഴിയുമ്പം നമുക്ക് തന്നെ മനമടിപ്പായി. ഈ ദൈവം എവിടെയാ? ഉണ്ടോ ഇല്ലയോ? എവിടെയാ ദൈവത്തിന്റെ ശക്തി? ദൈവത്തിന്റെ ശക്തി നമ്മളിൽ പ്രവർത്തനനിരതമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവിശ്വാസം ഏറ്റുപറയണം. ഏറ്റുപറയുന്നത് ജഗത്താനും കേൾക്കാം, മനസ്സിലിരിക്കുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ. പുറത്തോട്ട് പറയുന്നത് ജഗത്താനും കേൾക്കാം. മാലാഖമാരെ കുറിച്ചുള്ളൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. മാലാഖമാർക്കും ചെകുത്താന്മാർക്കും മനസ്സിലിരിക്കുന്ന അറിയത്തില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. അത് പയ്യാണെങ്കിലും പുറത്തോട്ട് പറഞ്ഞാൽ അവന് കാര്യം മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഒരു കൂട്ടുകാരനെ വിളിച്ച് അയൽക്കാരന്റെ കുറ്റം കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു തോന്നല്, ഇത്രയും പറയണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാരനോട് പറയാ, നീ ഇതാരോടും പറയരുത്, കേട്ടതൊക്കെ കൊള്ളാം, ആരോടും പറയരുത്. ഇതെല്ലാം കേൾക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്. ആരാ അത്? സാത്താൻ. ഇവൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് സാത്താൻ അവിടെ കൊണ്ടേ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ വിചാരിക്കാൻ പോകുന്നത്? ഞാനിത് രഹസ്യമായിട്ട് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയി കൊളുത്തിയല്ലോ എന്ന് പറയും. കൊളുത്തിയത് മറ്റേ പുള്ളിക്കാരനാ, തമ്മിൽ അടിയുണ്ടാക്കാൻ, വഴക്കുണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ സംസാരം രഹസ്യമായിരിക്കണമെങ്കിൽ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പറയണം, ഞങ്ങൾ സംസാരിക്കുന്ന ഈ മുറിയെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് തളിക്കുന്നു, പൊതിയുന്നു. പിന്നെ സാത്താൻ അവിടെ കയറാൻ പറ്റിയല്ല, അവന് കേൾക്കാനും പറ്റിയല്ല. അതിന് മാത്രം ക്ഷമയില്ല നമുക്ക്. യേശുവിന്റെ തിരുരക്തം എന്നൊക്കെ പറയാൻ മാത്രം ക്ഷമയില്ല. ഇങ്ങനെ സാത്താൻ തലേദിവസവും തലയ്ക്ക് തലേദിവസവും ഒക്കെ കുത്തിവെച്ച് വിഷം കയറ്റി വെച്ചിരിക്കുക മറ്റുള്ളവരെ കുറിച്ച്. ആ വിഷം ഒന്ന് പുറത്തിറക്കണ്ടേ? ഇവന്റെ പണിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന്റെ അനന്ത സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള വചനങ്ങളും എഴുതി വെക്കണം. യേശുവിന്റെ അനന്ത കരുണയിൽ, അനന്ത നന്മയിൽ, അനന്ത ശക്തിയിൽ, വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ഏറ്റുപറയുന്നത് കേട്ടാൽ എന്ത് സംഭവിക്കും? റോമ 10:9-10. ആകയാൽ യേശു കർത്താവാണെന്ന് നീ വിശ്വസിച്ചു. എന്താണ് കർത്താവ് എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ, മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ്, സകലത്തിന്റെയും നാഥൻ. നീ വിശ്വസിച്ചു, പോരാ. അവനെ മരിച്ചവരിലും ദൈവം ഉയർപ്പിച്ചു, നീ വിശ്വസിച്ചു, അതും പോരാ. പിന്നെ എന്ത് ചെയ്യണം? ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ സാത്താൻ സ്ഥലം വിടും, നീ രക്ഷ പ്രാപിക്കും. നിന്റെ വിശ്വാസം നീ ഏറ്റുപറയുമ്പോൾ ആകുലത ഉണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന, ദുഃഖം ഉണ്ടാക്കുന്ന പിശാച് സ്ഥലം വിടും, നീ രക്ഷ പ്രാപിക്കും. അപ്പൊ വിശ്വാസം ഏറ്റുപറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തില് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എന്തുകൊണ്ട് സൃഷ്ടിച്ചു? തന്റെ അനന്ത സ്നേഹത്താൽ നിത്യജീവനിൽ നമ്മളെ പങ്കാളിയാക്കുവാൻ അനശ്വരമായ ആത്മാവിനെ നൽകി ദൈവം സൃഷ്ടിച്ചു. എന്തുകൊണ്ട് സൃഷ്ടിച്ചു? ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വിവാഹ ജീവിതത്തിൽ നിന്ന് ജനിച്ച കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് അത്യധികം സ്നേഹമാണ്. കാരണം എന്താണ്? അത് അവൻ അല്ലെങ്കിൽ അവൾ എന്റെ ജീവന്റെ ഭാഗമാണ്. ആ കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാൾ കോടി മടങ്ങ് സ്നേഹമാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ആ സ്നേഹം അനന്തമാണെന്ന് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഉള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം നമ്മൾ തലേ കയറ്റി വെച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹവും നന്മയും അനന്തമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ തകർച്ചകളും ഉയർച്ചയ്ക്ക് വേണ്ടി മാറ്റുവാൻ ദൈവത്തിന് കഴിവുണ്ട്. റോമ 8:28. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിച്ചിട്ട് 10 കൊല്ലമായി മക്കളില്ല, 20 കൊല്ലമായി മക്കളില്ല. എല്ലാവർക്കും മക്കളുണ്ട്. അതൊരു ദുഃഖം. എനിക്കില്ലാത്തത് ദുഃഖം. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു ദുഃഖം എന്താ? കാണുന്നവരെല്ലാം സ്നേഹത്തോടെ ചോദിക്കും, എത്ര കൊല്ലമായി, എത്ര പിള്ളേരുണ്ട്? അടുത്തയാളും ചോദിക്കും, എത്ര പിള്ളേരുണ്ട്? ഞങ്ങൾക്ക് മക്കളില്ല. അടുത്തയാളും ചോദിക്കും, കാണുന്നവരൊക്കെ ചോദിക്കും. അതൊരു സ്നേഹത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് ചോദ്യം. ഇന്നലെ ചോദിച്ചവരോട് നാളെയും ഇന്നൊക്കെ ചോദിക്കും, മറന്നുപോകും. ഒരു സംഭാഷണ രീതിയാണ്. അപ്പൊ കാണുന്ന മനുഷ്യരോടും
പട്ടിയോടും പൂച്ചയോടും എല്ലാം പറയുന്ന നെഗറ്റീവ് സുവിശേഷമാണ്. എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല. കുറച്ച് കഴിഞ്ഞ് ഇനി മനുഷ്യന്മാരെ കാണാൻ തോന്നും. ഇനി ആരും ചോദിക്കാൻ പോകുന്നതല്ലേ, നാണം കേടായി. അങ്ങനെയല്ല പറയേണ്ടത്. എനിക്ക് 10 കൊല്ലമായി വിവാഹം കഴിച്ചിട്ട് മക്കള് ഇല്ല. അതിനെക്കുറിച്ച് ഇന്ന് വരെ ദുഃഖം ഉണ്ടായിരുന്നു, ഇപ്പം ദുഃഖവും ഇല്ല. കാരണം ധ്യാനം കൂടിയപ്പോ ദൈവം മനസ്സിലാക്കി തന്നു, ദൈവം ഒരു തിന്മയും ആർക്കും ചെയ്യുന്നില്ല. എന്തെങ്കിലും വലിയ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം കുഞ്ഞുങ്ങളെ തരുന്നത്, താമസിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയോ ദുഃഖിക്കുകയില്ല, സ്തുതിക്കുകയുള്ളൂ, സന്തോഷിക്കുകയുള്ളൂ, നന്ദി പറയുകയുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെട്ട് കിട്ടാൻ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്നല്ല പറയേണ്ടത്, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച എല്ലാ പിള്ളേരും കല്യാണം കഴിച്ചു, 2-3 മക്കളുണ്ട്. എനിക്ക് മക്കളില്ല, പക്ഷെ കോടിക്കണക്കിന് മക്കളുണ്ട് സുവിശേഷം വഴി. പ്രൈസ് ദി ലോർഡ്. വചനപ്രസംഗം വഴി കോടാനുകോടി മക്കൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുന്ന ആത്മീയ പിതൃത്വം നൽകി. അത് തന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്കും തരും. പ്രേക്ഷിത വേല ചെയ്യണം. തക്ക സമയത്ത് മക്കളെ തരുമ്പോൾ വളർത്തിക്കോ. അതുവരെ എന്ത് ചെയ്യണം? ശുശ്രൂഷയാണ് വിളി. അനേകർക്ക് വേണ്ടിയുള്ള, അനേകായിരങ്ങൾക്ക് വേണ്ടിയുള്ള, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള, അനേക കോടികൾക്ക് വേണ്ടിയുള്ള ദൈവവിളിയാണ് നമുക്ക് നൽകുക. അപ്പം മറ്റുള്ളവരുടെ പറയണം, എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി ഇല്ലെങ്കിൽ ദൈവം, അതും അനന്ത നന്മയായ ദൈവം ഇത് അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ദുഃഖമില്ല, സന്തോഷമാണ്. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും.